നിമിഷപ്രിയ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മെഹദിയുടെ സഹോദരൻ്റെ ഓരോ പോസ്റ്റുകളും അത് തന്നെയാണ് തെളിയിച്ചു നൽകുന്നത്. ക്രൂരപരമായി തങ്ങളുടെ സഹോദരനെ കൊലപ്പെടുത്തിയ നിമിഷപ്രിയ എന്ന കുറ്റവാളി തീർച്ചയായും മാപ്പർഹിക്കുന്നില്ല. വധശിക്ഷ നടപ്പിലാക്കുക തന്നെ ചെയ്യും. മെഹദിയുടെ കുടുംബത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വേദന തന്നെയാണ് അബ്ദുൽ മെഹദിയുടെ ഈ ദാരുണമായ അന്ത്യം അവർക്ക് നൽകിയത്. കൂടാതെ നിമിഷപ്രിയ തെറ്റുകാരിയല്ലെന്നുള്ള കുപ്രചാരണങ്ങളും ഇവർക്ക് വലിയ വിഷമമുണ്ടാക്കിയ കാരണത്താലാണ് നിമിഷപ്രിയക്ക് മോചനം നൽകാൻ ഇവർ വിസമ്മതിക്കുന്നത് എന്നുള്ള വാർത്തകളെല്ലാം നമ്മൾ കേട്ടുവല്ലോ. നിമിഷപ്രിയ ചെയ്തത് വലിയ തെറ്റ് തന്നെ. ഈ നിമിഷങ്ങളിലെല്ലാം നിമിഷക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും മരിച്ചു തന്നെയല്ലേ നിമിഷ ജയിലിൽ കഴിയുന്നത്. താൻ മരണത്തിൻ്റെ വക്കിലാണുള്ളത് എന്നുള്ള കാര്യം ഒരു മനുഷ്യന് എങ്ങനെയെങ്കിലും ആശ്വാസം നൽകുമോ? വലിയ തെറ്റ് ചെയ്ത നിമിഷപ്രിയ മരണപ്പെട്ട തലാലിൻ്റെ വീട്ടുകാരുടെ ദയക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൽ പരിമിതിയുണ്ടെന്നും വധശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞ് സമീപിച്ച കേന്ദ്രവും ഇപ്പോൾ പറയുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ യാതൊരു ഇടപെടലും ഈ കാര്യത്തിൽ ഉപയോഗപ്രദമായിട്ടില്ല എന്നുള്ളതാണ്. ഈ രണ്ടു വാർത്തയും കേട്ടത് ഒരേ ചാനലിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് വലിയ അത്ഭുതം നൽകിയത്. ദീർഘായുസ് നൽകട്ടെ ഉസ്താദിന്. ഇനി കാലമേറെ ഇല്ലാത്ത കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ കാര്യത്തിലേക്ക് ഇടപെട്ടതും ഒരു ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ അത് ഭൂമിയിലുള്ള മുഴുവൻ പേരുടെയും ജീവൻ രക്ഷിച്ചതുപോലെ എന്നുള്ള വിശ്വാസം കൊണ്ട് നിമിഷപ്രിയ തലാലിനെ വധിക്കുവാനുള്ള കാരണവും ആ സാഹചര്യത്തിൽ നിമിഷപ്രിയക്ക് സഹായം ചെയ്ത വ്യക്തിയാണ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്തതെന്നും നിമിഷപ്രിയ നൽകിയ മയക്കുമരുന്നിന് അബോധ അവസ്ഥയിലായ അബ്ദുൽ മെഹദിയെ അന്നുണ്ടായ സംഭവത്തിൽ ഒരു ഹനാൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. എന്നും ഈ നമ്മുടെ തലാല് എന്നെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ആവശ്യം വരുമ്പോൾ നിമിഷപ്രിയയുടെ അടുത്ത് ഇഞ്ചക്ഷൻ വേണ്ടി ചെല്ലുമായിരുന്നു. അപ്പോൾ ഈ നിമിഷപ്രിയ നമ്മുടെ വാച്ച്മാനോട് ഷെയർ ചെയ്തു ഇവരുടെ ടോർച്ചറിങ് അത്രമാത്രം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ബോധം കെടുത്തിയിട്ട് എനിക്ക് തന്നാൽ മതി, എങ്ങനെയെങ്കിലും ബോധം കെടുത്തി തന്നു കഴിഞ്ഞാൽ ഞാനത് വേണ്ടതുപോലെ ചെയ്തോളാം എന്ന്, ചാക്കിൽ കൊണ്ടുപോയി ഇട്ടോളാം എവിടെയെങ്കിലും എന്നുള്ളൊരു ഇതിലാണ് ആൾ സംസാരിച്ചെന്നാണ് അന്ന് പറഞ്ഞത്. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണ്, തലാല് അവിടെ വന്നപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആള് ആകെ ഒന്നും ഏൽക്കുന്നില്ല. ഈ ഫസ്റ്റത്തെ ഇഞ്ചക്ഷനിൽ തലാലിന് ഒന്നും സംഭവിക്കുന്നില്ല. നെക്സ്റ്റ് ഇഞ്ചക്ഷൻ അപ്പോൾ വീണ്ടും ഒരെണ്ണം കൂടി കൊടുത്തപ്പോൾ തലാല് വളരെ മരണവെപ്രാളം കൊണ്ട് ഇതായി, ഭയങ്കര ആക്ഷനൊക്കെ ആയി. അപ്പോൾ ഇവൾക്ക് ആകെ ഭയം ജനിച്ചു. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം, മാനസികാവസ്ഥയാണ് നമ്മുടെ നിമിഷപ്രിയ ഇരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഹനാനെ വേഗം വിളിച്ചപ്പോൾ ഹനാൻ പറഞ്ഞു, ഇത് ഞാൻ ഇനി നോക്കിക്കോളാം. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ നീ ആ BP ചെക്ക് ചെയ്തിരുന്നു? അപ്പോൾ പറഞ്ഞു, ചേച്ചി അതിൽ ആൾക്ക് BP ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നീ കൊന്നു എന്ന് പറയുന്നത്? BP ഉണ്ടായ ആൾ ഒരിക്കലും നീ കൊല്ലുന്നില്ലല്ലോ. അവിടെയാണ് ഞാൻ ആ പോയിന്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്.